കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Stop! Stop! വണ്ടി നിർത്തിക്കേ. Stop! എന്തുപറ്റി? അമ്മ ഇതിനെ വണ്ടി നിർത്താൻ പറഞ്ഞു? അതെ, ഒരു ലിറ്റിൽ കേളെ കൈ കാണിച്ചതാ. ചേട്ടാ, ഒരു ലിഫ്റ്റ് തരാവോ? ഞാനും മൂകാംബികയിലേക്കാ. ഏയ് വേണ്ട, പരിചയമില്ലാത്ത ആർക്കും ലിഫ്റ്റ് കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ വണ്ടി വിടും. നോ മൈസൺ, ഒരു പെൺകുട്ടിയല്ലേടാ. മോള് കയറിക്കോ. ഈ അമ്മയുടെ എത്ര പറഞ്ഞാലും കേൾക്കില്ല. വഴി കാണുന്നവർക്ക് ബന്ധുക്കളാണെന്നാ ഈ അമ്മയുടെ വിചാരം. ഒന്ന് ക്ഷമിക്കണ്ട ചേട്ടാ, ഞാനൊരു കുഴപ്പക്കാരിയൊന്നും അല്ല. ഇങ്ങനൊരു ബാനർ കണ്ടപ്പോഴേ മലയാളികളാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാ സഹായം ചോദിച്ചത്. താങ്ക്സ് അമ്മ. കുട്ടി ഇരിക്കേ, ഇങ്ങോട്ടിരിക്കും. സുനിലേ, ഒന്ന് പുറകോട്ടിരിക്കെ. ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ചേച്ചി, ചേട്ടൻ നല്ല ചൂടനാണല്ലേ? ചൂടാവുന്നതും തണുക്കുന്നതൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ചിരിക്കും. കണ്ടിട്ടവിടുന്ന് കുറ്റിയും പൊറിച്ച് വന്ന പോലെ ഉണ്ട്. മതി ആ കുട്ടിയെ കുറ്റം പറഞ്ഞത്. ഒരു ലിഫ്റ്റ് കൊടുത്തതിന് ഇത്ര എന്തിനു ദേഷ്യപ്പെടുന്നു? കുട്ടിയുടെ പേരെന്താ? അപർണ എന്നാ എന്റെ പേര്. ഞാനൊരു ട്രാവൽ വ്ളോഗറാ. ഓ, ക്ഷേത്രങ്ങളെ കുറിച്ചാ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നേ. ആഹാ, അപ്പോ മൂകാംബിക പോകുന്നതോ അതിനു വേണ്ടിട്ടാ? ഏയ് അല്ല, എന്റെ ചേച്ചിമാർ അവിടെയാ താമസം. കുടജാദ്രിയുടെ താഴ്വരയില് ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആണോ? വെരി നൈസ്. യു ആർ ലക്കി. മൂകാംബിക ദേവിയുടെ അടുത്ത് തന്നെ താമസിക്കാൻ കഴിയുന്നത് എന്തൊരു ലക്കാണ് അല്ലേ? അതെ. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളർന്നത് ചേച്ചിമാരുടെ കൂടെയാ. ഓ, കുടജാദ്രിയിലേക്കും മൂകാംബികയിലേക്കുള്ള ഓരോ വഴികളും എനിക്ക് മനപ്പാടുവാ. ഓ, മൂകാംബികയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അത് പല കഥകളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൗപർണികയെക്കുറിച്ചും സരസ്വതി മണ്ഡപത്തെക്കുറിച്ചും അവിടുത്തെ രഥോത്സവത്തെക്കുറിച്ചും ഒക്കെ പല കഥകളും കേട്ടിട്ടുണ്ട്. കുട്ടിക്കറിയാലോ മൂകാംബിക ദേവിയെ കുറിച്ചുള്ള കഥകളൊക്കെ. ഐ മീൻ സ്റ്റോറീസ് ഒക്കെ. എന്തിനാ ഇനി കഥ കേൾക്കുന്നേ? ദേവിയെ നേരിട്ട് കാണാൻ പോവല്ലേ? അതെ. അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റൂ. ട്രാവൽ വ്ളോഗർ ആണെന്ന് പറഞ്ഞ് ഓരോരുത്തർ എന്തെല്ലാം കഥകൾ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണെന്നുണ്ടോ? യഥാർത്ഥ സത്യം എന്താണെന്ന് നമുക്കവിടെ ക്ഷേത്രത്തിലെ പൂജാരിമാരോട് ചോദിച്ചറിയാം. എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല അല്ലേ ചേട്ടാ? കുടജാദ്രിയുടെ താഴ്വരയിലെ മൂകാംബിക ദേവിയുടെ ക്ഷേത്രം ഒരു വെറും ക്ഷേത്രമൊന്നും അല്ല. ആ
അക്ഷരജ്ഞാനത്തിന്റെ കൈലാസം കയറിയിട്ടുള്ള ശ്രീശങ്കരൻ പ്രതിഷ്ഠിച്ചതാ ദേവിയെ. ഓ, അക്ഷരങ്ങളുടെ ദേവിയാ മൂകാംബിക ദേവി. വാഗ്വിലാസത്തിന്റെ സരസ്വതി രൂപം. ഒപ്പം ദേവി സംഹാരമൂർത്തിയും ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയുമാണ്. ആ മുന്നിൽ ചെന്ന് നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും ദേവി അത് നടത്തിത്തരും. എന്നിട്ട് ദേവി നിനക്കെന്ത് നടത്തി തന്നു? അതിന് ദേവിയോട് ഞാനിതുവരെ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. അതെന്താ ചോദിക്കാത്തത്? സമയം കിട്ടിയില്ലേ? മൈ സൺ, നോ. വേറുള്ളവരെ കളിയാക്കരുത്. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ കളിയാക്കുന്നതാണല്ലോ ശീലം. ഈ കളിയാക്കലൊന്നും ദേവിയോട് കാണിക്കരുത് കേട്ടോ. ഇതൊന്നും കുട്ടിയെ കാര്യാക്കണ്ട കേട്ടോ. മൂകാംബിക ദേവിയുടെ കഥകള് കുട്ടി പറയൂ, ഞങ്ങൾക്ക് കേൾക്കണം. പരാശക്തി കൂടിയിരിക്കുന്ന പുണ്യഭൂമിയ കൊല്ലൂർ മൂകാംബികയുടെ ക്ഷേത്രവും പരിസരവും. ലോകശക്തി മുഴുവനും ഏകരൂപമായി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരന്മാരും മഹാസരസ്വതി, മഹാകാളി, മഹാലക്ഷ്മി എന്നിവരും ശിവശക്തി ചൈതന്യവും ചേർന്ന സങ്കല്പമാണ് കൊല്ലൂർ മൂകാംബിക ദേവി. കാണുന്ന പോലൊന്നും അല്ലല്ലോ നീ. ഒരുപാട് അറിവുണ്ടല്ലോ. ആരേലും പറഞ്ഞു കേട്ടതാവൂല്ലേ? കളിയാക്കല്ലേ മൈസൺ. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും മൈസൺ. ദേവിയെ കുറിച്ച് കേൾക്കുന്ന തന്നെ ഒരു പുണ്യല്ലേ. മോള് പറ. അമ്മയ്ക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി പറയ. മൂകാംബിക ദേവിയുടെ ഐതിഹ്യം എത്ര കേട്ടാലും മതിയാവില്ല. പറയാം. പറയാൻ ഇനിയും ഒരുപാട് കഥകൾ ബാക്കിയുണ്ട്. എല്ലാം പതിയെ പറയാം, പോരെ? സമയം ഇനി ഒരുപാടുണ്ടല്ലോ. എല്ലാ കഥകളും വഴി പറയാം. മൂകാംബിക ദേവിയെ ദർശിക്കാൻ പോകുമ്പോ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ യാത്രയിൽ കിട്ടുന്നതെല്ലാം ദേവിയുടെ അനുഗ്രഹവും പ്രസാദവും ആയിരിക്കും. നടക്കുന്നതൊക്കെ പരീക്ഷണങ്ങളും ആയിരിക്കും. ദേവി നമ്മളെ അങ്ങനെ പരീക്ഷിക്കോ? ചെലപ്പോ. നന്മയുണ്ടാക്കാൻ ഉള്ളിലെ നെഗറ്റീവായ ചിന്തകളെയെല്ലാം വേരോടെ പിഴുതെറിയണം. അതിന് ദേവി ചില ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്നിരിക്കും. ചുമ്മാ മണ്ടത്തരം പറയില്ല കുട്ടി. പരീക്ഷണം നടത്തി മാർക്കിട്ട് നന്മയും തിന്മയും വേർതിരിച്ച് അനുഗ്രഹം നൽകുന്ന ശീലമൊന്നും ദൈവത്തിനില്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ കുട്ടി പറയുന്നത് ശരി. ചിലപ്പോ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. അല്ല, ഈ ചേട്ടനെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ലേ? അല്ലാതെ ദേവിയെ കാണാൻ മനസ്സിൽ ആഗ്രഹം തോന്നി വന്നതൊന്നും അല്ല. അല്ലേ ചേട്ടാ? സാരമില്ല. ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ദേവി മാറ്റിക്കോളും. നല്ല വിശപ്പ്. കുട്ടിയൊന്നും കഴിച്ചില്ലായിരുന്നു. എന്റെ പേഴ്സ് അടക്കം ഏതോ കള്ളന്മാര് കൊണ്ടുപോയി. അശോ, ഫോണും പോയി. രാവിലെ മുതല് ആകെ ഈ ബിസ്ക്കറ്റ് മാത്രമാണ് ആശ്രയം.
അതിനിപ്പോ എന്താ? ദാ അമ്മേ. ഇന്നത്തെ ഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കാനായിരിക്കും ദേവിയുടെ തീരുമാനം. ചേട്ടാ ഡേക്ക് അടുത്തിവിടെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അവക്ക് മാത്രമല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉം. ഹലോ ഡ്രൈവർ, ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കാണാൻ നിർത്തുക കേട്ടോ. അപ്പുറത്തൊരു നല്ല ഹോട്ടലുണ്ട് മേഡം. ശരി ശരി. മോളെ ദാ ഈ വെള്ളം കുടി. ഓ എന്റെ ദേവി. മോളെ ആ സൂട്ട്കേസ് ഇങ്ങെടുക്ക. ഇതാണോ ഹോട്ടൽ? ഇവിടെ എങ്ങനെ താമസിക്കും? വൃത്തിയും വെടിപ്പുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. മൈസൻ, ദേ നമ്മള് ദേവിയെ തൊഴാൻ വേണ്ടി വന്നതാ. ഉള്ള സൗകര്യത്തിൽ നമ്മൾ താമസിക്കണം, അതല്ലേ വേണ്ടത്? എത്ര സ്ഥലത്ത് പോയി, ഒരിടത്തും മുറി ഒഴിവില്ലാഞ്ഞിട്ടല്ലേ? ചില സമയത്ത് അങ്ങനെയാ, ഒരിടത്തും മുറി ഉണ്ടാവില്ല. എന്നാ പിന്നെ നിങ്ങൾ വിചാരിക്കും. ഇനി എപ്പോഴാ കാണുന്നേ? നാളെ കാണുമോ? ഉറപ്പില്ല, നോക്കാം. അപ്പൊ ശരി. ശരി മോളെ. ബൈ. AC റൂം ഉണ്ടല്ലോ അല്ലേ? റൂമിൽ AC ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യില്ല. തിരക്കായോണ്ട് AC റൂമൊക്കെ ഫുള്ളാ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? AC ഇല്ലാതെ എങ്ങനെ ഉറങ്ങും? ഇവിടെ ഇതേ ഉള്ളൂ സാറേ. അത് പറ്റത്തില്ല സാറ്, വേറെ എവിടെയെങ്കിലും നോക്ക്. മൈസൻ, ഇത്രയും സൗകര്യങ്ങളൊക്കെ മതി. ഒന്ന് മയങ്ങി ഉണരുമ്പോഴേക്കും നേരം വെളുക്കില്ലേ? ആ ചാവിയും കൊണ്ടുവാ. മാഡം, ഇവിടെ ഇതാ അഡ്രസ് എഴുതി ഒപ്പിട്ടുള്ളൂ. നീ സൈൻ ചെയ്യടാ. What happened? You come here. This is my room. എന്നെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുവാ. ആര്? അമ്മയുടെ മോൻ ഇവിടെ വന്ന് അമ്മയുടെ കൂടെ കിടന്നോളാൻ പറഞ്ഞു. അത് ചെറിയ റൂമാത്രേ. ബേട്ടി, മൂകാംബിക സന്നിധിയിൽ നമ്മൾ വന്നത് വെറുതെ തൊഴുതു മടങ്ങാൻ വേണ്ടിട്ടല്ല, നിങ്ങൾ 2 in 1 ആകാൻ വേണ്ടിട്ടാ. ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ച് ഒരു ന്യൂ ലൈഫ് തുടങ്ങണം. അതിന് അമ്മയുടെ മോനൊന്ന് സമ്മതിക്കണ്ടേ? വൈ നോട്ട്? അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ദേ, നീ ഉറങ്ങേണ്ടതേ ഇവിടെയല്ല, നിന്റെ ഹസ്ബൻഡിന്റെ റൂമിലാ. അല്ലമ്മേ, തൽക്കാലം ഇന്നത്തേക്ക് ഞാൻ ഇവിടെ കിടന്നോളാം. നോ, ഐ ടെൽ മാറ്റർ, യു ഒബേ മീ. ഹസ്ബൻഡിന്റെ റൂമിലാണ് വൈഫ് കിടക്കേണ്ടത്. Come on, Betty, come on, come on, അല്ല, മാം, come on, ഞാൻ- പോട്ടെ. സുപ്രിയ, നീ അറിയുന്നുണ്ടോ ഞാനിവിടെ വന്നത്? കുടജാദ്രിയുടെ താഴ്വരയിലെ ഈ രാത്രി എനിക്കിവിടെ ഓർക്കാനുള്ളത് നിന്നെക്കുറിച്ച് മാത്രം. നിന്നോടുകൂടെ ജീവിക്കാനുള്ള എന്റെ ആഗ്രഹം നീ അറിയുന്നുണ്ടോ സുപ്രിയ? ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അമ്മയും ജ്യോതിയും തിരിച്ചയക്കണം. അവർക്കൊപ്പം തിരിച്ചില്ലാത്ത എന്താണെന്ന ചോദ്യത്തിന് വിശ്വസനീയമായ എന്തെങ്കിലും ഒരു കള്ളം കണ്ടുവെക്കണം.
സത്യം അവരോട് പറയാൻ പറ്റില്ലല്ലോ. സമ്പത്തും രാജ്യവും അധികാരമൊക്കെ ഉപേക്ഷിച്ച് ബോധോദയം തേടിപ്പോയ സിദ്ധാർത്ഥ രാജകുമാരന്റെ പാതയാണ് മകൻ സ്വീകരിക്കുന്നതെന്നറിഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാൻ കഴിയില്ല. സുപ്രിയ, ബന്ധങ്ങളെല്ലാം ഞാൻ പിന്നിൽ ഉപേക്ഷിക്കേ. എല്ലാവർക്കും ഉള്ളതെല്ലാം ഞാൻ എഴുതി തയ്യാറാക്കിയ വിൽപത്രത്തിലുണ്ട്. എനിക്കൊന്നും വേണ്ട. ശിഷ്ടകാലം നിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ സൗപർണിക തീരത്തും നിന്റെ സ്വപ്നമായിരുന്ന കുടജാദ്രിയിലും ഈ മൂകാംബികയിലുമെല്ലാം ഞാൻ നിന്നെയും തേടി നടന്നോളാം. അങ്ങനെ തീർക്കണം ഈ ജന്മം. അയ്യോ അമ്മ, പോട്ടെ. എന്താ മൈ സൺ, ദിസ് ഇസ് ചീറ്റിംഗ്. എന്ത് ചീറ്റിംഗ്? ഞാൻ ആരെ ചീറ്റ് ചെയ്തെന്ന് അമ്മയെ പറയുന്നത്? അഹങ്കാരം കാണിച്ചിട്ട് എന്നോട് കള്ള പറഞ്ഞാണ്ടല്ലോ. കുത്തിവെച്ചിരിക്കും. ആരാടാ ഇത്? ഇതാരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എനിക്കറിയാം, പക്ഷേ നീ അത് മനഃപൂർവ്വം മറന്നു എന്റെ സംശയം. അമ്മ ഇവിടെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നെ കളിയാക്കാനാണോ? കളിയാക്കാനല്ല, കാര്യമായിട്ട് തന്നെയാ. ഇവളാരാ നിന്റെ? യു ആർ വൈഫ്. ഇവളെ കാത്തു കെട്ടി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ മുറിയിൽ എനിക്ക് വിശാലായിട്ട് ഒറ്റ കിടത്തും കുറക്കണം. അതിനിടയ്ക്ക് ഇവളെ കിടത്താനോ നോക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അവനവന്റെ പ്രോപ്പർട്ടി അവനവൻ തന്നെ സൂക്ഷിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? ക്ലോസ് ദ ഡോർ. ഐ ഗോ, യു സ്ലീപ്. ഗുഡ് നൈറ്റ് ബെറ്റി. ഗുഡ് നൈറ്റ്. എന്നിങ്ങനെ നോക്കുന്ന എന്തിനാ? അമ്മ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നന്നായിട്ടുണ്ട് അഭിനയം. ഈ മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി വരാൻ നീയും അമ്മയും കൂടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ല എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. എന്തൊരു പാവം! നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എന്നെ ശല്യപ്പെടുത്താനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതാണല്ലേ? ഇഡിയറ്റ്. ഇപ്പൊ ആളാകെ മാറിപ്പോയി. പഴയ ആവേശം ചോടിയോ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ജ്യോതിയുടെ കാര്യത്തില് മായച്ചി ഇനിയും ഒരു തീരുമാനം പറഞ്ഞില്ല. ഞാൻ എന്ത് തീരുമാനം പറയാനാ? അപ്പൊ അവൾ എവിടുന്ന് ഓടിക്കണ്ടേ? എന്തിന്? എന്തിനെന്നോ? അതെ, നമ്മൾ ഇനി അവളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടും ജ്യോതി തിരിച്ചു വന്നില്ലേ? ഇപ്പതേ രണ്ടുപേരും കൂടി മൂകാംബികെ പോയിരിക്കുന്നു. അപ്പോ അവളെ എവിടുന്ന് ഓടിക്കാനുള്ള പദ്ധതിയെല്ലാം ഉപേക്ഷിച്ചോ?
ഞാൻ ഇനി ഒന്നിനുമില്ല. ആദ്യം ജ്യോതിക്ക് വിഷം കൊടുത്തത് ആരാണെന്ന് തെളിയട്ടെ. അത് കഴിഞ്ഞു മതി അവളെ ഓടിക്കുന്ന കാര്യം.